നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആന്റണി രാജുവിനെ ഒഴിവാക്കാൻ വേദി മാറ്റിയെന്ന വിവാദം. വേദി തീരുമാനിച്ചത് KSRTC അല്ല എന്നും മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകിയെന്നും ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. ഹോമം നടത്തിയതിനെ തുടർന്ന് അടച്ചിട്ട നെടുമണ്ണൂർ LP സ്കൂൾ നാളെ മുതൽ തുറക്കും. ആറ്റുങ്ങൽ പൊങ്കാല മഹോത്സവത്തിന് നാളെ കൊടിയേറ്റം. അവസാനഘട്ട ഒരുക്കത്തിൽ തലസ്ഥാന നഗരം. വീണ വിജയന് തിരിച്ചടി. SFIO അന്വേഷണം തുടരും. എക്സാലോജിക്കിന്റെ ഹർജി തള്ളി കർണാടക ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. ബസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മുൻ മന്ത്രി ആന്റണി രാജുവിനെ ഒഴിവാക്കാനായി വേദി മാറ്റിയെന്ന വിവാദത്തിൽ വിശദീകരണവുമായി ഗതാഗത മന്ത്രിയുടെ ഓഫീസ്. വേദി തീരുമാനിച്ചത് KSRTC അല്ല എന്നാണ് മന്ത്രി GB ഗണേഷ് കുമാറിന്റെ ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മാധ്യമങ്ങൾ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ നൽകി മന്ത്രിയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ഗതാഗത മന്ത്രിയുടെ ഓഫീസ് ആരോപിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മുൻ മന്ത്രി ആന്റണി രാജുവിനെ ഒഴിവാക്കിയത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും മുൻ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലമാണെന്നും വാർത്തകൾ വന്നിരുന്നു. പുതുതായി വാങ്ങിയ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ്സുകളുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് ആന്റണി രാജുവിനെ ക്ഷണിച്ചിരുന്നില്ല. എന്നാൽ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി മുൻമന്ത്രി ഡിപ്പോയിലെത്തി ബസ്സുകൾ സന്ദർശിച്ചിരുന്നു. പുത്തരിക്കണ്ടത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്ന പരിപാടി മണ്ഡലം മാറ്റി ക്രമീകരിച്ചത് എങ്ങനെയെന്ന് അറിയില്ലെന്ന് ആന്റണി രാജു കുറ്റപ്പെടുത്തിയിരുന്നു. പുത്തിരിക്കണ്ടത്ത് വെച്ച് ഉദ്ഘാടനം നടത്തുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഹോമം നടത്തിയതിനെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട് നെടുമണ്ണൂർ LP സ്കൂൾ നാളെ തുറക്കും. ചട്ടലംഘനം ഉണ്ടായി എന്നാണ് AEOയുടെ റിപ്പോർട്ട്. ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. സ്കൂൾ മാനേജർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. മാനേജറുടെ മകൻ രുതീഷിന്റെ നേതൃത്വത്തിലാണ് ചൊവ്വാഴ്ച രാത്രി സ്കൂളിൽ പൂജ നടത്തിയത്. സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായതിന് പിന്നാലെയാണ് സ്കൂൾ അടച്ചത്. സംഭവത്തിൽ ചട്ടലംഘനം ഉണ്ടായെന്ന റിപ്പോർട്ട് കുന്നുമ്മൽ AEO പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിച്ചെങ്കിലും ആർക്കെങ്കിലുമെതിരെ നടപടി വേണമെന്നായതിനാൽ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സ്കൂൾ മാനേജറുടെ മകൻ രുതീഷിന്റെ നേതൃത്വത്തിൽ സ്കൂളിനകത്ത് പൂജ നടത്തിയത്. സ്കൂളിലെ ഒരു അധ്യാപികയും പൂജയിൽ പങ്കെടുത്തു. പ്രധാന അധ്യാപികയുടെ മുറിയിലും മറ്റ് 2 മുറികളിലുമായിരുന്നു പൂജ. സ്കൂൾ കോമ്പൗണ്ടിനകത്ത് രാത്രി 8 മണിയോടെ വാഹനങ്ങൾ കണ്ട നാട്ടുകാർ സ്കൂളിലെത്തിയപ്പോഴാണ് പൂജ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വിവരമറിഞ്ഞെത്തിയ CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുങ്ങൽ പൊങ്കാല മഹോത്സവം നാളെ ആരംഭിക്കും. അവസാനഘട്ട ഒരുക്കത്തിലാണ് തലസ്ഥാന നഗരം. കുംഭമാസത്തിലെ പൂരം നാളായ 25-നാണ് ഭക്തർ പൊങ്കാല സമർപ്പിക്കുന്നത്. 27-ന് ഉത്സവം സമാപിക്കും. നാളെ രാവിലെ 8-ന് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. നാളെ വൈകിട്ട് 6-ന് കലാപരിപാടികളുടെ ഉദ്ഘാടനം നടി അനുശ്രീ നിർവഹിക്കും. ആറ്റുങ്ങൽ അമ്പ പുരസ്കാരം സാഹിത്യകാരൻ ജോർജ് ഓണക്കൂറിന് സമ്മാനിക്കും. 19-ന് രാവിലെ 9:30-ന് കുത്തിയോട്ട ബാലന്മാർക്കുള്ള വ്രതം ആരംഭിക്കും. പൊങ്കാല മഹോത്സവ ദിവസമായി 25-ന് രാവിലെ 10:30-ക്ക് അടുപ്പുവെട്ട്, ഉച്ചയ്ക്ക് 2:20-ന് പൊങ്കാല നിവേദ്യം, രാത്രി 7:30-ന് കുത്തിയോട്ട ബാലന്മാർക്കുള്ള ചൂരൽകുത്ത്, രാത്രി 11-ന് മണ്ണാങ്കാട് ശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള പുറത്തെഴുന്നള്ളത്ത് എന്നിവയാണ് അന്നത്തെ ചടങ്ങുകൾ. 26-ന് രാവിലെ 8 മണിക്ക് ദേവിയെ അകത്തെഴുന്നള്ളിക്കും. രാത്രി 9:45-ന് കാപ്പഴിക്കും. 12:30-ന് കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് നൽകിയ ഹർജി തള്ളി കർണാടക ഹൈക്കോടതി. SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് നൽകിയ ഹർജിയാണ് കർണാടക ഹൈക്കോടതി തള്ളിയത്. എക്സാലോജിക് CMRL ഇടപാടുകളിൽ SFIO അന്വേഷണം തുടരാമെന്ന് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടു. കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ വിധേയയായി നിൽക്കുന്ന പ്രധാനി. ഫെബ്രുവരി 12-ന് 1.5 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നിരുന്നത്. കമ്പനീസ് ലോ ചട്ടം 210 പ്രകാരം ROC അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ടെന്നാണ് എക്സാലോജിക്കിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അരവിന്ദ് ദത്തർ വാദിച്ചത്. എന്നിട്ടും അതേ നിയമത്തിലെ ചട്ടം 212 പ്രകാരം SFIO അന്വേഷണം പ്രഖ്യാപിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നും വ്യക്തമായില്ലെന്നും ഇത് നിയമപരമല്ല എന്നും ദത്തർ വാദിച്ചിരുന്നു.